നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂട്. 21/2/2026 ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവില 1 ഗ്രാമിന് മുകളിൽ 175 രൂപ, ഒരു ഭവന് മുകളിൽ 1400 രൂപയാണ് കൂടിയിരിക്കുന്നത്. പിന്നെ 22 ക്യാരറ്റ് രൂപ 14,600, ഒരു ഭവന് 1,16,800 അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,928, ഒരു ഭവന് 1,27,424 അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,946, ഒരു ഭവൻ 95,568. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില വീണ്ടും കൂടിയിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ RSS 4 കിലോ 216 രൂപ, RSS 5 കിലോ 211 രൂപ, ISNAറ്റിൻ്റെ 193, ലാറ്റക്സ് 60% ഡിയാസിലോ 146 രൂപ 90 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം മാർക്കറ്റ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 216, RSS 5 കിലോ 211. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 144, 60% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 108. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 201. നിയമസഭാ ഇലക്ഷൻ അടുക്കുന്നതോടുകൂടി കൊട്ടാരക്കരയിൽ വൻ മാറ്റങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നടക്കുന്നത്. ഒരു മുൻ MLAയും CPM ആയിരുന്ന ഐഷാ പോറ്റി ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്നതോടുകൂടി വളരെ കൂടുതലാക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ വളരെയേറെ സ്വപ്നവും പ്രതീക്ഷയും വെച്ചിരുന്ന കോൺഗ്രസിൻ്റെ കൊട്ടാരക്കര സ്ഥാനാർത്ഥിയായി ഈ പ്രതീക്ഷ വച്ചിരുന്ന രശ്മി ഇപ്പോൾ BJPയിൽ ചേക്കേറിയിരിക്കുകയാണ്. അവർ BJPയിൽ ചേർന്ന മഹിളാ കോൺഗ്രസ് മുൻ നേതാവും ജില്ലാ പഞ്ചായത്തൊക്കെ ആയിരുന്ന രശ്മി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. രശ്മി BJP അംഗത്വം സ്വീകരിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 2021 KN ബാലഗോപാലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രശ്മി മത്സരിച്ചിരുന്നു. അന്ന് 10,000 വോട്ടുകൾക്കാണ് രശ്മി പരാജയപ്പെട്ടത്. ഐഷാ പോറ്റി മുൻ MLA കോൺഗ്രസിലെത്തിയതോടുകൂടി രശ്മിക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ലാതായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളാണ് പാർട്ടിയിൽ നിന്ന് അകലാൻ കാരണമായെന്ന് രശ്മി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. രശ്മി മുന്നോട്ട് വെച്ച പല ഉപാധികളും കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്ന വിവരവുമുണ്ട്. എന്തായാലും കൊട്ടാരക്കരയിൽ നല്ല ഫൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ധനകാര്യമന്ത്രിയും കൊട്ടാരക്കര MLAയുമായ KN ബാലഗോപാലനായിരിക്കും LDF സ്ഥാനാർത്ഥി. അതേസമയം കോൺഗ്രസിനായി ഐഷാ പോറ്റിയും അതോടൊപ്പം NDA സ്ഥാനാർത്ഥിയായി രശ്മി ഉണ്ടാകുന്നുള്ള നിഗമനത്തിലാണ് മിക്കവരും. മുമ്പ് ജില്ലാ പഞ്ചായത്ത് രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറുമൊക്കെ ആയിരുന്നു. വളരെ മികച്ച സംഘാടകയും മികച്ച പ്രസംഗിയാണ് രശ്മി. എന്തായാലും കൊട്ടാരക്കരയ്ക്ക് നല്ല വികസനോന്മുഖമായ കാഴ്ചപ്പാടുള്ള ഒരാൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.